ഈ തവണ UDF ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 100-ൽ കൂടുതൽ സീറ്റ്. ഒരു സംശയവും വേണ്ട. UDF 100% ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ നോക്കിക്കോ, 100 സീറ്റോട് കൂടി തന്നെ വരും. പാവപ്പെട്ടവന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുക, വീട്ടിൽ പോയി ചോദിക്കുന്നതായിരുന്നു. അത് പറയാൻ പാടില്ല. മുഖ്യമന്ത്രി ജനകീയനായ ആളായാൽ അയാൾ നാളെ ജനങ്ങളുടെ അടുത്ത് പോയി വോട്ട് വാങ്ങേണ്ട ആളാണ്. അയാൾ പിന്നെ ജനങ്ങളോട് പറയുക, വീട്ടിൽ പോയി ചോദിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാരിന്റെ അവസാനത്തെ ശവക്കല്ലറയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ ആണിക്കല്ലടിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 5 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള 10ന്റെ വോട്ടുണ്ട്. 5 കൊല്ലത്തിന് ഇങ്ങോട്ട് എല്ലാ ജനങ്ങളും പുറത്തു വിട്ടിട്ടുള്ളത്. പാർട്ടി സഖാക്കൾ പോലും ഇപ്പം പുറത്തു വിട്ടിട്ടുള്ളത് ഈ 5 കൊല്ലത്തിന് ഇങ്ങോട്ട് എല്ലാ സംഗതിയിലും. എല്ലാം നിങ്ങൾക്ക് തന്നെ കൂടുതൽ അറിയുന്നല്ലേ. പിണറായി വിജയൻ കടക്ക് പുറത്ത് ഒരേ പോയി പറ മാധ്യമക്കാരോട്, ഒരു ജനാധിപത്യ മൂല്യം ഒന്നുമില്ലാണ്ടാണ് ഇവിടെ ഭരണം. കേരളത്തിൽ തീർച്ചയായും ഭരിക്കും. ഇത്തവണ UDF ഭരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ UDF എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാവില്ല, ഉറപ്പ്. കേരളത്തിൽ 100%, 110 സീറ്റുമായിട്ട് UDF കേരളത്തിൽ ഭരണത്തിൽ വരും. LDFന്റെ വ്യാമോഹം മാത്രമാണ്. ആളുകൾ കാത്തിരിക്കുക ഇത് മാറ്റത്തിന് വേണ്ടി. 100% ആളുകൾക്ക് UDF-നെ 100% ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ സെക്കൻഡ് ഓപ്ഷൻ ആണ്. UDF-നെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു സംഭവമില്ല. 100-ൽ 100. ഇതുകൊണ്ടാ 100-ൽ 100 പറയണേ. ഇപ്പോഴത്തെ ഭരണ മോശം കൊണ്ട് തന്നെ ധാർഷ്ട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെ കേരളം പടിക്ക് പുറത്തു നിർത്തുന്നത് 100% ഉറപ്പ്. 100% ഉറപ്പ്. കേരളത്തിൽ ഒരു ചുഴലിക്കാറ്റ് വരാൻ പോകുന്ന കാസർഗോഡ് തിരുവനന്തപുരം പോലെ. CPM-ന്റെ നേതാക്കൾ, വലിയ വലിയ നേതാക്കന്മാർ തന്നെ ആരോപണം ഉന്നയിച്ച് അവരൊക്കെ തന്നെ ഇന്ന് UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഈ ഒരു നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ. സ്വർണം കട്ടവര് വരൂല അധികാരത്തിൽ. സ്വർണം കട്ടവര് കേരളത്തിൽ ഇനി വരൂല. ഒക്കെ PRO വർക്ക്, നാട് മുഴുവൻ ബോർഡ്. ഇയാൾ LDF ഭരണം, LDF ആണ് ചോറ് കൊടുക്കുന്നത്, LDF ആണ് അരി കൊടുക്കുന്നത് എന്നൊക്കെ തോന്നിവാസം പറയാം. ജനങ്ങളെ പൈസ വാങ്ങി തിന്നിട്ട് ജനങ്ങളെ നികുതി പണം കൊണ്ട് ഇവര് തോന്നിവാസം കളിക്കുക. വയനാട് ജില്ലക്ക് 700 കോടിയാണ് ജനങ്ങൾ കൊടുത്തത്. ഒരു വീടിന് 30 ലക്ഷം ഉറുപ്പ്യാണ്ട് കൂട്ടിയാൽ 150 കോടിയാളും. ബാക്കി പൈസ അടിച്ചു മാറ്റിയത്. നമസ്കാരം, പീപ്പിൾസ് കേരളയിലേക്ക്. കോഴിക്കോട് നടക്കുന്ന കോൺഗ്രസ് മഹാറാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ജനങ്ങളാണ് ഒഴുകിയെത്തുന്നത്. പ്രവർത്തകരെല്ലാം വലിയ രീതിയിലേക്കുള്ള ആവേശത്തിലാണ്. കേരളം UDF ഭരിക്കുമോ? ഇനി കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായങ്ങളിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇത്തവണ ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാട്ടിലെ സാധാരണക്കാരനെ വഞ്ചിച്ച ഒരു സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരിനെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഒരു സംശയവും വേണ്ട. ആ സർക്കാർ കഴിഞ്ഞ ദിവസമടക്കം പിണറായി വിജയൻ പറഞ്ഞതുപോലെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞാൽ ആ വീട്ടിൽ പോയി ഇരുത്താൻ അറിയാവുന്ന വോട്ടർമാരുള്ള നാടാണ് കേരളം. ആ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ട് CPM-നെ ഈ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടാണ് ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുന്നത്. സാധാരണക്കാരന് ചികിത്സ ലഭിക്കാത്ത ഒരു നാടായിക്കൊണ്ട്, സാധാരണക്കാരന് വേണ്ടിയിട്ട് ഒരു സൗകര്യവും ലഭിക്കാത്ത ഒരു നാടായിക്കൊണ്ട്, മുതലാളിമാർക്ക് വേണ്ടി മാത്രം വിടുപണി ചെയ്യുന്ന ഒരു സർക്കാർ ആയിക്കൊണ്ടാണ് കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാട്ടിലെ സർക്കാർ മുന്നോട്ട് പോയത്. ഈ അവസാന കാലഘട്ടത്തിൽ വരെ ബസ് മുതലാളിമാർക്ക് വേണ്ടി, ബാർ ഉടമകൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട്, അവരുടെ സമയം 12 മണിയാക്കി കൊടുത്തുകൊണ്ട്, ഇവരുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പണം കിട്ടാൻ വേണ്ടി, അവരുടെ പോക്കറ്റിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടിയിട്ട് മുതലാളിമാർക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു സർക്കാർ ആയിക്കൊണ്ട് നിൽക്കുന്ന ഈ സർക്കാരിനെ കേരളത്തിലെ സാധാരണക്കാർ ഈ ഭരണത്തിൽ നിന്ന് പുറത്താക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 100 സീറ്റല്ല, പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ 100 സീറ്റിലധികം നേടിക്കൊണ്ട് UDF ഭരണത്തിൽ വരുമെന്ന കാര്യത്തിൽ ആ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് 9-ൽ കൂടുതൽ സീറ്റുകൾ നേടിക്കൊണ്ട് UDF അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് ഒരു സംശയവും വേണ്ട. ഇത്തവണ എന്തായാലും UDF ഭരിക്കുമെന്നുള്ളതാണ് പറയുന്നത് അല്ലേ? ഒരു തർക്കവും വേണ്ട. UDF ഈ തവണ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ തവണ UDF ഭരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. 100-ൽ കൂടുതൽ സീറ്റ്, ഒരു സംശയവും വേണ്ട. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട 35-ലധികം സീറ്റുകൾ കേരളത്തിലുണ്ട്. ആ സീറ്റുകളടക്കം തിരിച്ചു പിടിച്ചുകൊണ്ട് 100-ൽ കൂടുതൽ 100+ സീറ്റുകൾ നേടിക്കൊണ്ട് കേരളത്തിൽ UDF വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഹുൽ ഗാന്ധി ഇന്ന് കോഴിക്കോട് വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും ആളുകൾ മുഴുവൻ അറിയും. എന്നിരുന്നിട്ടും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നത്. അതിന് കാരണം എന്താ? UDF-നെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. ഇനി അതിൽ യാതൊരു സംഭവമില്ല. ഇവിടെ ഈ CPM എന്ന് പറയുന്നത് എന്താ? പിണറായി വിജയനാ അല്ലേ? വേറെ അതിൻ്റെ അപ്പുറം അറിയണ്ടോ? ഒരു ഫ്ലെക്സും ഒരു ബോർഡും കാണിച്ചൊരു റോഡ് സൈഡിൽ പിണറായി വിജയൻ്റെ അല്ലാത്ത. ഇതിപ്പോൾ CPM അല്ല,
CPI പിണറായിയാ, മറ്റ് യാതൊരു ആൾക്കാർക്ക് ഒരു ഒക്കെ അടിച്ചമർത്തിയിട്ട് എത്ര മന്ത്രിമാർ കേരളത്തിലുണ്ട്? ആരെങ്കിലും ഒരു പേരോ ഒരു ഇതോ നമ്മൾ കാണുന്നുണ്ട് പുറത്ത്? ഇല്ല, എല്ലാം പിണറായിസാണ്. ഏകാധിപത്യ പ്രവണതേൻ്റെ മൂർത്തിമത് ഭാവമാണ് ഇപ്പോൾ CPM-ഉം ഇടതുപക്ഷവും. ഇപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നൊരു സംഭവമില്ല. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ UDF ആണ് ഇടതുപക്ഷം. ജനങ്ങൾ പക്ഷത്ത് നിൽക്കുന്ന, പാവപ്പെട്ടവൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ. ഒരു ചോദ്യം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി എന്താ പറയുക? വീട്ടിൽ പോയി ചോദിക്കുന്ന ആളുണ്ട്. അത് പറയാൻ പാടില്ല. മുഖ്യമന്ത്രി ജനകീയനായ ആളായാൽ അയാൾ നാളെ ജനങ്ങളുടെ അടുത്ത് പോയി വോട്ട് വാങ്ങേണ്ട ആളാണ്. അയാൾ പിന്നെ ജനങ്ങളോട് പറയുക, വീട്ടിൽ പോയി ചോദിക്കുന്നു. വീട്ടിലല്ല അയാൾ ചോദിക്കേണ്ട. അയാൾ ചോദ്യത്തിന് അവിടെ ഉത്തരം പറയുക. ഏതെങ്കിലും കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതാക്കന്മാർ അങ്ങനത്തെ ഒരു വർത്തമാനം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജനങ്ങളെ അംഗീകരിക്കുക, ജനങ്ങളെ മാനിക്കുക. ഇത് എനിക്കതൊന്നും പ്രശ്നമില്ല. പഴയ തനി ഗുണ്ടായി സ്വാഹം ഇപ്പം കേരളത്തിൽ നടക്കൂല. ജനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ജനങ്ങളിങ്ങനെ കടൽ പോലെ ഒഴുകി വരാൻ കാരണം എന്താ? ഇതിനൊരു അന്ത്യം കുറിക്കണം. അല്ലെങ്കിൽ വേറൊരു കാര്യം എന്താ, നിങ്ങൾ പീപ്പിൾ ചാനലല്ലേ, ഇതിന് അന്ത്യം കുറിച്ചില്ലെങ്കിൽ നിങ്ങളെ കാര്യം വരെ പോക്കായിരിക്കും. ഞാൻ പീപ്പിൾ ചാനലല്ല, പീപ്പിൾ വോയിസ് ആണ്. എന്നെ എല്ലാ സ്ഥലത്തും ഈ മൈക്ക് കൊണ്ട് പോണ സമയത്ത് നല്ല തെറിയാ വാങ്ങലുണ്ട് കൈരളി ചാനൽ. അതല്ല, ഞാൻ പീപ്പിൾ വോയിസ് കേരളയാണ് പറയും. അത് ഞാൻ പീപ്പിളിന് മാത്രം കണ്ടു. നിങ്ങൾ മാത്രമല്ല, എല്ലാവരും എന്നെ നല്ല തെറി പറയലുണ്ട്, ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ആ പേരൊന്ന് മാറ്റിക്കോളി. പേര് മാറ്റാൻ കഴിയില്ല. പീപ്പിൾ വോയിസ് ആണ് ജനങ്ങളുടെ ശബ്ദം എന്നുള്ളതാണ്. ഇന്നാള് ആ പേര് മാറ്റാത്തതിനെ കൊണ്ടാ ഞാനത് പറയേണ്ടി വന്നത്. അപ്പോ UDF-നെ സംബന്ധിച്ച് ഒരു സംശയം വേണ്ട. നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് 110 സീറ്റിലധികം, 100 സീറ്റിൽ മാത്രമല്ല പറഞ്ഞത്, 110 സീറ്റിലധികമായി കോൺഗ്രസ് UDF കേരളത്തിൽ ടീം UDF ആണ്. ഒരു ഭിന്നതയില്ല. ഏതൊക്കെ ചാനലുകൾ കളിച്ച് സുധാകരൻ പോയി വേറെ പാർട്ടി ഉണ്ടാക്കാൻ പോവാണ്, സ്വതന്ത്രമായിട്ട് മത്സരിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പ്രചരണങ്ങൾ കൂടി അടിച്ച്. അതേ സമയത്ത് CPM-ൽ ഈ കാലം വരെ ഉണ്ടായിക്കോ ഇങ്ങനത്തെ ഒരു സംഭവം? സുധാകരൻ പോയി, കുഞ്ഞികൃഷ്ണൻ പോയി, മറ്റേ ഗോവിന്ദൻ പോയി, ഐഷ പോറ്റി പോയി, എത്ര MLA-മാർ BJP-യിലേക്ക് പോയി? BJP-യിലേക്ക് എത്ര പോയി? ഈ സുധാകരനൊക്കെ CPM-ന്റെ എടുത്ത് പറയാൻ പറ്റുന്ന നേതാക്കളാ. തീർച്ചയായും നിങ്ങൾ പറയുന്നത് അടുത്ത തവണ UDF ഭരിക്കുന്നു. 100%. ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ 100 സീറ്റുകളോടെ തന്നെ വരും, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണ് അത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്? ഇത് നിങ്ങളൊന്നും വെക്കണ്ട. ഒരു 3-4 ദിവസത്തെ ഒരു ആഹ്വാനം കൊണ്ടാണ് ആയിരക്കണക്കിന് ആളുകൾ ഈ കടപ്പുറത്തേക്ക് എത്തിച്ചേരുന്നത്. വേറെ 3-4 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രത്തോളം ആവേശത്തിലാണ്. ഇനി ഒരു 10 വർഷം നശിച്ച ഒരു 10 വർഷമായിട്ട് ആ 10 വർഷത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു 5 വർഷമാണ് ഇനി വരാൻ പോകുന്നത്. അതിന് ഞങ്ങളൊരു ചെറിയ വിജയമല്ല ആഗ്രഹിക്കുന്നത്. ഈ കോഴിക്കോട് ജില്ലയിൽ 13-ൽ 13 സീറ്റും തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹിച്ചുകൊണ്ട്. കേരളത്തിൽ നല്ല രീതിയിലേക്ക് ഭരണം പിടിക്കാൻ ഉള്ള സീറ്റുകളൊക്കെ നേടുമെന്നുള്ള ഉറപ്പാണോ? തീർച്ചയായും 100% ഞങ്ങളുടെ പ്രവർത്തകർ അതിന് സജ്ജമായി കഴിഞ്ഞു. എല്ലാ സ്ഥലങ്ങളിലും കൺവെൻഷനുകൾ നടന്നു. ഇനി അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അത് ഞങ്ങളുടെ പ്രവർത്തകർ, മുസ്ലിം ലീഗുകാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഞങ്ങളുടെ പ്രവർത്തകരായിട്ടുള്ള ഞങ്ങളുടെ അനുഭവം വരുന്ന എല്ലാവരും വീടുകളിലേക്ക് ഇറങ്ങി വോട്ട് ചോദിക്കാൻ ഇറങ്ങി പോകുന്നൊരു നിമിഷമാണ്. കാരണം ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ കുട്ടികളായിക്കോട്ടെ, യാതൊരു പ്രായഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ ഈ തവണ UDF-ന്റെ കൂടെയാണ് കേരളത്തിലെ ജനങ്ങൾ. അടുത്ത തവണ വരും എന്നാണ് പറയുന്നത്. 100%. അതിലെന്താ സംശയം? ഒരു സംശയവും വേണ്ട. UDF 100% ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾ നോക്കിക്കോ, 100 സീറ്റോട് കൂടി തന്നെ വരും. വന്നു കഴിഞ്ഞതാ കേട്ടില്ല, വന്നു കഴിഞ്ഞു 100% ഉറപ്പിച്ച. എന്തുകൊണ്ടാണ് അങ്ങനെ 100% പറയുന്നത്? ഭരണത്തിന് ഇത്തവണ ഭരിക്കുമോ എന്നുള്ളത് ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെ അതിന്റെ ഒരു വിധി എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ 110-ലധികം സീറ്റ് വാങ്ങി ഐക്യജനാധിപത്യ മുന്നണിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയന്റെ സർക്കാരിന്റെ അവസാനത്തെ ശവക്കല്ലറയ്ക്കുള്ള ഏറ്റവും അവസാനത്തെ ആണിക്കല്ലടിക്കാൻ വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അത് ഈ ഏപ്രിൽ 9-ാം തീയതി കേരളത്തിലെ ജനങ്ങൾ നിർവഹിക്കുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷ. അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ശവക്കല്ലറക്ക് ആണിടിക്കുക എന്ന്. 10 വർഷമായിട്ട് കേരളത്തിൽ വികസനം എന്ന് പറയുന്ന അത് സാധാരണക്കാരന് അനുഭവപ്പെടാത്ത വികസനമാണ് പറയുന്നത്. നമ്മളൊക്കെ സാധാരണക്കാരായ ആളുകളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിലക്കയറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പോലെയുള്ള കോക്ലിയർ ഇംപ്ലാന്റേഷൻ പോലെയുള്ള ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പിലാക്കിയ എല്ലാ പദ്ധതികളും ഒഴിവാക്കി സാധാരണക്കാർക്ക് ഒരു ആശുപത്രിയിലേക്ക് ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് സാധാരണക്കാരന്റെ ജീവിതം കഷ്ടപ്പാടും പരിവട്ടവുമായി പ്രയാസത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് തീർച്ചയായും ഞങ്ങളുടെ ആത്മവിശ്വാസം അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് വിശ്വാസം. 5 കൊല്ലത്തെ ഭരണത്തിന് ശേഷം 5 കൊല്ലത്തിന് ഇങ്ങോട്ടുള്ള 10-ന്റെ വോട്ടുണ്ട്. 5 കൊല്ലത്തിന് ഇങ്ങോട്ട് എല്ലാ ജനങ്ങളും പുറത്ത് വിട്ടിട്ടുള്ളത്. ആരും പാർട്ടിക്കാർ വരെ, ഓല പാർട്ടിയുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുള്ള സഖാക്കൾ വരെ പുറത്ത് വിട്ടിട്ടുള്ളത്. പാർട്ടി സഖാക്കൾ പോലും ഇപ്പം പുറത്ത് വിട്ടിട്ടുള്ളത് ഈ 5 കൊല്ലത്തിന് ഇങ്ങോട്ട്. എല്ലാ സംഗതിയിലും എല്ലാം നിങ്ങൾക്ക് എന്നെ കൂടുതൽ അറിയുന്നല്ലേ. എന്തുകൊണ്ടാണ് സഖാക്കൾ വരെ പുറത്ത് വിട്ടി എന്ന് പറയുന്നത്?
എല്ലാം മെഡിക്കൽ കോളേജിൽ പോയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാലോ എന്തെങ്കിലും ഈ കാര്യം കിട്ടുന്നില്ല. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം കൂടി വിഷമിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയെങ്കിലും പോയി കിട്ടിയിട്ട് വേറെ ഭരണം പറ്റാതെ എല്ലാവരും കണക്കാക്കും. അതുകൊണ്ട് പുതിയൊരു ഭരണം ഇപ്പം പാസ്സായതിൻ്റെ തൊട്ടുള്ളത് 90% നമ്മൾ വിജയിച്ചതിൻ്റെ തൊട്ട് തന്നെ ഉള്ളത്. പാർട്ടീൻ്റെ സ്റ്റാലിനിസം കൊണ്ട് പാർട്ടീൻ്റെ ഉള്ള ആൾക്കാർ തന്നെ സദാ ഗോവിന്ദ മറ്റേ ടി കെ ഗോവിന്ദൻ പോയി പിന്നെ അങ്ങനെ പാർട്ടിയിൽ തന്നെ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക. ഈ പിണറായി വിജയൻ്റെ സ്റ്റാലിനിസം കൊണ്ട് പിണറായി വിജയൻ കടക്ക് പുറത്ത് കുറേ പോയി മാധ്യമക്കാരോട് ഒരു ജനാധിപത്യ മൂല്യം ഒന്നുമില്ലാണ്ടാണ് ഇവിടെ ഭരണം. ഇവിടുത്തെ മാർക്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തികെട്ട ഒരു ഇതിലേക്കാണ് പോകുന്നത്. 10 കൊല്ലം കൊണ്ട് ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടത്തിയിട്ടില്ല. ഒക്കെ PRO വർക്ക്, നാട് മുഴുവൻ ബോർഡ്. ഇയാൾ LDF ഭരണം, LDF ആണ് ചോറ് കൊടുക്കുന്നത്, LDF ആണ് അരി കൊടുക്കുന്നത് എന്നൊക്കെ തോന്നിവാസം പറയാം. ജനങ്ങളെ പൈസ വാങ്ങി തിന്നിട്ട് ജനങ്ങളെ നികുതി പണം കൊണ്ട് ഇവർ തോന്നിവാസം കളിക്കുക. മോഹൻ മാഷെ ഓളെ സ്ഥാനാർത്ഥിയായി നിൽപ്പിച്ചതിന് അതിന് വേറെ പ്രശ്നം. ഇവിടെ കുടുംബവാഴ്ചയാണ്. കുടുംബവാഴ്ചയ്ക്ക് ഈ മാർക്സ് പാർട്ടിൻ്റെ യാതൊരു തത്വസംഹിതയും ഇവർ അനുവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. 100%, 110-ൽ അധികം സീറ്റുകളോടുകൂടി UDF അധികാരത്തിൽ വരും. അധികാരത്തിൽ വരുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. കാരണം ഇപ്പോഴത്തെ മുഴുവൻ ജനങ്ങളും ഇന്നത്തെ ഒരു ഭരണത്തിൽ പ്രശ്നമായിട്ട് മൊത്തം എങ്ങനെ വോട്ട് മാറ്റി ചെയ്യണം എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇടതുപക്ഷം പറയുന്നത് 3-0 എന്നാണ് പറയുന്നത്. അതായത് ആ രീതിയിലേക്ക് അവർക്ക് അത്ര രീതിയിലേക്ക് കോൺഫിഡന്റ് ആവുന്ന സമയത്ത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് UDF സർക്കാർ അധികാരത്തിൽ വരും എന്ന് പറയുന്നത്? അവർ പറയുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് BJP-യുമായിട്ട് അലയൻസ് ഉണ്ടാക്കി പല സ്ഥലത്തും ജയിക്കാം എന്ന്, അല്ലെങ്കിൽ അധികാരം തുടരാം എന്നുള്ള ഇതിലാണ് അവർ ആത്മവിശ്വാസം കാണിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ആ ഒരു വിശ്വാസത്തെ എർത്തെറിയും. BJP-യുമായിട്ടുള്ള യാതൊരുവിധ കൂട്ടുകെട്ടിനും ജനങ്ങൾ കൂട്ടുനിൽക്കില്ല. ഇവിടെ വെച്ചാൽ നമ്മളെ കേരളത്തിൽ 120 സീറ്റിൽ UDF അധികാരത്തിലേറും. പാവപ്പെട്ട ജനങ്ങളെ നടുപിടിച്ച്, വിദ്യാർത്ഥികളെ നടുപിടിച്ച്, പാവപ്പെട്ടവരെ വീടും മറ്റേ പെർമിറ്റും എല്ലാം അത്രയും അധികം പൈസ കൂട്ടിയ ഒരു ഗവൺമെൻറ് ഇതുവരെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയോ ആന്റണി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കരുണാകരൻ സർക്കാരിൻ്റെയോ ഇതൊന്നും വന്നിട്ടില്ല. ഇത്രയും നടുപിടിച്ചൊരു ഭരണം ഇന്ന് വരെ കേരള മക്കൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് 120 സീറ്റിൽ UDF ഇവിടെ ജയിച്ചിരിക്കും. കഴിഞ്ഞ 10 വർഷമായി നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്ക് കൃത്യമായ തിരിച്ചടി ഈ തവണ ജനങ്ങൾ നൽകുമെന്നുള്ള കാര്യം സംശയമില്ല. അതിൻ്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. തീർച്ചയായും ഞങ്ങൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ വരവ് ഞങ്ങളെ സംബന്ധിച്ച് UDF പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സോണിയാഗാന്ധിക്ക് അസുഖമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മല്ലികാർജ്ജുന ഖാർഗെ എത്തിച്ചേരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ ആഹ്ലാദകരമാണ്. എന്തായാലും ഇത്തവണ UDF ഭരിക്കുമെന്നാണ് പറയുന്നത്. തീർച്ചയായും നമുക്കറിയാം കേരളത്തിൽ ഇന്ന് അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതി, അത് ശബരിമലയായാലും ശരി, അത് രക്തസാക്ഷി ഫണ്ടായാലും ശരി, വലിയ മന്ത്രിമാരും MLA-മാരും ഉൾപ്പെടുന്ന ആളുകൾക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM-ന്റെ നേതാക്കൾ, വലിയ നേതാക്കന്മാർ തന്നെ ആരോപണം ഉന്നയിച്ച് അവരൊക്കെ തന്നെ ഇന്ന് UDF-ന്റെ പിന്തുണയോടെ മത്സരിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് ഈ ഒരു നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് UDF-ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കും. UDF 100%, 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. കേരള ചരിത്രത്തിൽ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി. അതോടൊപ്പം തന്നെ കേരളത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള ഈ സർക്കാരിന് കഴിയും. അതാണ് നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. കേരളത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന. എന്തുകൊണ്ടാണ് 100% അധികാരത്തിൽ വരുന്നുള്ള എന്ത് കോൺഫിഡന്റ് ആണ് നമുക്കുള്ളത്? അത് കാലാനുസൃതമായ ഒരു മാറ്റം. ലോകത്തെല്ലാം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും നടക്കുന്ന വികസനം ഇവിടെ നടന്നിട്ടുണ്ടാവും. അത് മുഴുവൻ ഞങ്ങളുടെ സമ്പത്താണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭരണ നേട്ടമാണെന്ന് വിലയിരുത്തുന്ന ഒരു ഭരണകൂടവും. അതോടൊപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ കാണാം, മുഖ്യമന്ത്രി PR വർക്കിൻ്റെ അങ്ങേയറ്റം കൊണ്ടുപോയിട്ടും അവസാനം മുഖ്യമന്ത്രി കലമുടക്കി നമ്മൾ കണ്ടത് സ്വഭാവമാണ്, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവത്തിലുള്ള ആളുകൾ ധാർഷ്ട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെ കേരളം പടിക്ക് പുറത്തു നിർത്തുന്നത് 100% ഉറപ്പാണ്. UDF വെച്ചിട്ടുള്ള 5 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം UDF ഭരണത്തിൽ വന്നാൽ ബസ് യാത്ര സൗജന്യം എന്ന് പറഞ്ഞാൽ വനിതകളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റു വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗികളെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ UDF ഭരണത്തിൽ വരുമെന്ന് എൻ്റെ ചോദ്യം. തീർച്ചയായിട്ടും വരും. ഒരു തവണയല്ല, 100 തവണ UDF വരും. 100-ലേറെ സീറ്റും പിടിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച കോഴിക്കോട് ജില്ലയിൽ പോലും 9 മുകളിലുള്ള സീറ്റ് UDF പിടിക്കും. കോഴിക്കോട് ജില്ലയല്ല, ഞാൻ ഓൾ കേരള കിട്ടിയാലല്ലോ. കോഴിക്കോട് ജില്ല കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും എന്താ UDF-ന് ഭരിക്കാൻ കഴിയും? ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം, കേരളത്തിൽ ഭരിക്കുമോ എന്നുള്ളതാണ്. കേരളത്തിൽ തീർച്ചയായും ഭരിക്കും. ഇത്തവണ UDF ഭരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ UDF എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം
കേരളത്തിൽ ഉണ്ടാവില്ല. ഉറപ്പ്, 100% ഉറപ്പ് UDF ഭരിക്കും. UDF കേരളത്തിൽ 100% 110 സീറ്റുമായിട്ട് UDF കേരളത്തിൽ ഭരണത്തിൽ വരും. LDFന്റെ വ്യാമോഹം മാത്രമാണ്, അത് ഞങ്ങൾ പുച്ഛിച്ച് തള്ളുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വ്യാമോഹം എന്ന് പറയുന്നത് വ്യാമോഹത്തിൽ അവർ കാണിക്കുന്ന പിന്നെ എന്ത് പ്രവൃത്തിയും അവർക്ക് തോന്നുന്നത് നന്മയാണെന്ന, പക്ഷെ പൊതുസമൂഹം വിലയിരുത്തി കഴിഞ്ഞു LDFന്റെ ഭരണം 100% ഞങ്ങൾ പറയുന്നു. UDFന്റെ നേതാക്കന്മാർ എല്ലാ സ്ഥാനാർത്ഥികളും 100% മെച്ചമുള്ള സ്ഥാനാർത്ഥികളാണ്. കുറ്റ്യാടിയിൽ നിന്നാണ് വരുന്നത്. കുറ്റ്യാടിയിൽ ഞങ്ങളെ പ്രിയപ്പെട്ട നേതാവ് പാറക്കൽ അബ്ദുള്ളയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 315 വോട്ടിന് നഷ്ടപ്പെട്ട ആ മണ്ഡലം ഇപ്പോൾ ഞങ്ങൾ ശക്തമായി 333 നഷ്ടപ്പെട്ട ആ മണ്ഡലം ഞങ്ങൾ ശക്തമായി തിരിച്ചു പിടിക്കും. 100 സീറ്റ് UDF നേടുകയാണെങ്കിൽ ഭരിക്കാൻ പറ്റില്ലേ? പറ്റും. 100 സീറ്റ് നേടുക. സീറ്റ് UDF നേടും. അതിൽ കോഴിക്കോട് ജില്ലയിലെ 12 സീറ്റെങ്കിലും ഉണ്ടാവുകയും ചെയ്യും. എന്തുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയുന്നു? കൃത്യമായിട്ട് നമ്മൾ വിശകലനം ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. വരുന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നേ? പറയുന്നത് ജനങ്ങളെ UDFന്റെ അറിവിലാണ്. ആണോ? അത് എന്തുകൊണ്ട് അങ്ങനെ കൃത്യമായി പറയുന്നേ? കൃത്യമായിട്ട് പറയാൻ ഓരോരുത്തരോട് ചോദിക്കാൻ പറ്റും. എന്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്, എല്ലാ ആൾക്കാരും എല്ലാം പറഞ്ഞു. UDFന് അനുകൂലമാണെന്നുള്ള എനിക്ക് ധാരണ, ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു UDFന് അനുകൂലമാണ്. ഇത്തവണ UDF ഭരിക്കും. അങ്ങനെയാണ് 100%. 100% പറയാണ്. UDF 100% ഭരിക്കും. അത് നമ്മൾ ഒരു ഇമാജിൻ ചെയ്ത് പറയുന്നതല്ല. നമ്മൾ ലോക്കലിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാ. നമ്മൾ വീടുകളിൽ കയറിയിട്ട് ലോക്കലിലുള്ള ആളുകളോട് സംസാരിച്ചറിയാം. നമ്മൾ വലിയ PR വർക്കോ അല്ലെങ്കിൽ വലിയ പരസ്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് പ്രാദേശികമായിട്ട് കയറിയാൽ കൃത്യമായിട്ട് അതിന്റെ പൾസ് മനസ്സിലാവും. ആളുകൾ കാത്തിരിക്കുക ഇത് മാറ്റത്തിന് വേണ്ടി. 100% ആളുകൾക്ക് UDFന് 100% ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ സെക്കൻഡ് ഓപ്ഷനാണ്. ആ സ്ഥിതിക്ക് ആളുകൾ കൃത്യമായിട്ട് UDFന് തന്നെ പ്രാവശ്യം വോട്ട് ചെയ്യുക. ഭരണമാറ്റം ഇവിടെ 100% ഉറപ്പാണ്. തീർച്ചയായിട്ടും ഭരിക്കും. 100-ൽ 100. എന്തുകൊണ്ടാ 100-ൽ 100 പറയണേ? ഇപ്പോഴത്തെ ഭരണ മോശം കൊണ്ട് തന്നെ വളരെയധികം മോശമായ ഭരണമാണ് ഇപ്പോൾ. എല്ലാ നിലയിലും, തൊഴിലില്ലായ്മ, മറ്റുള്ള വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും എല്ലാത്തിലും വളരെ മോശമായ ഭരണം. അതുകൊണ്ടാണ് അടുത്ത തവണ ഭരിക്കുന്നു പറയുന്നത്. അതെ. തീർച്ചയായും 100-ൽ 110% UDF അധികാരത്തിൽ വരും. തീർച്ചയായും 110 എന്തുകൊണ്ടാ പറയണേ? 100% എന്ന് പറഞ്ഞാൽ എല്ലാം കൂടും. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ട്. ഈ ആത്മവിശ്വാസത്തിന് എന്താണ് ഇടയാക്കുന്നത്? ഇപ്പോഴത്തെ ദുർഭരണവും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനുള്ളത്. ഇപ്പോൾ വയനാടിൻ്റെ ഒരു ഫണ്ട് അതിട്ട് വന്നു, ഇതുവരെ വീട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇപ്പോൾ വീട് കൊടുത്തത്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ചോദ്യം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. UDF 100 സീറ്റോട് കൂടി അധികാരത്തിൽ വരും. VD സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ആരായിരിക്കും ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് കേരളം ഇനി UDF ഭരിക്കുമെന്നാണ്. UDF ഭരിക്കാൻ കാരണം ഈ ഇത്ര അഴിമതിയും വീണ ജോർജിൻ്റെയും പിന്നെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മോളെ പറ്റിയുള്ള അഴിമതിയോട് ഈ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തും. 100%. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? UDFന് ഇനിയും വോട്ട് കൊടുക്കാൻ ജനങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ ജനങ്ങളൊക്കെ വെറും മണ്ടന്മാർ മാത്രമായി മാറും. കാരണം അതുപോലെ അഴിമതിയും അക്രമവും അരാജകത്വം നിറഞ്ഞ ഒരു കേരളം ഭരിച്ച ഒരു സർക്കാരാണ് കഴിഞ്ഞു പോകുന്നത്. ഈ സമയത്തിൽ എന്താണെങ്കിലും UDFന് അനുകൂലമായിരിക്കും. അങ്ങനെയാണ് പറയുന്നത് കൂടുതലും. 100%. എന്തുകൊണ്ടാണ് 100% പറയുന്നത്? ഈ ഭരണത്തെ പറ്റി ചെറിയ കൊച്ചു മുതൽ എന്നെ പോലെ പ്രായമുള്ള ആൾ വരെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്ത് വികസനമില്ല, ഒന്നും തന്നെ. എന്താണ് സമസ്ത മേഖലയിലും. എന്നെ വിദ്യാഭ്യാസത്തിൻ്റെ എടുക്കുക. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും പിന്നെ ചോദ്യപേപ്പർ കൊടുത്തോ? നിങ്ങളറിയോ? അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ഇല്ല. എന്തുകൊണ്ട് ചെയ്തില്ല? നിങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ജനങ്ങൾ അറിയാത്തത്. പക്ഷേ ഞങ്ങൾ അറിയുന്നുണ്ട്. അപ്പോൾ അതാണ് അത് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും. പിന്നെ ദാർഷ്ട്യമായ സംഭാഷണം ആർക്ക്? ഒരു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാവേണ്ട സംഭാഷണമല്ല ദാർഷ്ട്യം. അതായത് പിന്നെ ഈ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അതിൽ ജനങ്ങളെല്ലാം വെറുത്തിട്ടുള്ളത് അവരുടെ ഒരുപാട് വാക്കുകൾ, നികൃഷ്ട ജീവി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എന്തൊക്കെ പരനാറി പിന്നെ എന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് കിട്ടാത്തോണ്ടാ പറയാത്തത്. നമുക്ക് പറയാത്തോണ്ട് എടോ ഗോപാലകൃഷ്ണൻ അത് പറയാം. പക്ഷെ നമുക്ക് പറയാൻ വാക്കുകൾ കിട്ടാത്ത അതിന്റെ ആളല്ലാത്തോണ്ടാണ് ഞങ്ങൾ പൂർണ്ണമായൊരു ഗാന്ധിയൻ സ്വഭാവമുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ്. അത്രയേ പറയണ്ടോ. 100% ഉറപ്പ്. കേരളത്തിൽ ഒരു ചുഴലിക്കാറ്റ് വരാൻ പോകുന്ന കാസർഗോഡ് തിരുവനന്തപുരം പോലെ ചുഴലി. അതിൽ എൻ്റെ ഒരു നിഗമനം വെച്ച് 74 സീറ്റ് കോൺഗ്രസ് നേടും. ബാക്കിയാണ് ലീഗും പിന്നെ കേരള കോൺഗ്രസ് നേടുന്നത്.
അല്ല RMB ഓക്കെ അല്ലേ RMB ഭയങ്കര മാത്രം ഒരു സീറ്റ് അലയൻസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു അത്രയും നെറികെട്ട ഒരു ഭരണം നെറികെട്ട ഭരണം ഞാൻ വരുന്നത് വടകരന്നാണ് വരുന്നത് അത്രയും നെറികെട്ട ഒരു ഭരണം 100% കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്നത് ഉറപ്പാ. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? സ്വർണം കട്ടവര് വരൂല അധികാരത്തിൽ. സ്വർണം കട്ടവര് കേരളത്തിൽ ഇനി വരൂല. അത് തന്നെ ഒരു ഉദാഹരണമാണെന്ന് ഒരു സ്വർണം ബാക്കി മോഹൻലാലിയായിട്ട് സംവാദം നടത്തിയത് എത്ര 5,20,000 രൂപ. ഇതൊക്കെ ജനങ്ങളെ പൈസയല്ലേ, നികുതി പണല്ലേ, ഒരു കാരണവശാലും വരൂല. വയനാട് ജില്ലക്ക് 700 കോടിയാണ് ജനങ്ങൾ കൊടുത്തത്. ഒരു വീടിന് 30 ലക്ഷം റുപ്യ കണ്ട് കൂട്ടിയാൽ 150 കോടി ആളും ബാക്കി പൈസ അടിച്ചു മാറ്റിയതാണ്. അങ്ങനെ പറയുന്നത് അതിന് തെളിവാന്ന്, അതിന്റെ തെളിവുണ്ട്. എല്ലാവരും തന്നെ അത്ര ബാക്കി പൈസ എന്ത് ചെയ്ത് 150 കോടി എടുത്തോ എല്ലാത്തിനും. സ്ഥലം മേടിച്ചിന് 200 കോടി ആയിക്കട്ടെ, ബാക്കി 500 കോടി അവിടെ പോയി. തീർച്ചയായിട്ടും UDF തന്നെയാണ് വരും അധികാരത്തിൽ. ഉറപ്പാണ്, 100% ഉറപ്പ്. അടുത്ത തവണ UDF ഭരണത്തിൽ കയറുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ എല്ലാവരുടെയും ആത്മവിശ്വാസം. നന്ദി, നമസ്കാരം.